കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് എൻ ഷംസുദ്ദീൻ MLA. തെരഞ്ഞെടുപ്പിന്റെ ആരവം വാർത്താമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓരോ വാർഡുകളിലും ഡിവിഷനുകളിലും, അത് നഗരത്തിലുള്ള കോർപ്പറേഷനാവട്ടെ, മുനിസിപ്പാലിറ്റി ആവട്ടെ, ഗ്രാമത്തിലുള്ള പഞ്ചായത്തുകളാവട്ടെ, ജില്ലാ ബ്ലോക്ക് തലങ്ങളാവട്ടെ, എല്ലായിടത്തേക്കുമുള്ള സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് വരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് ചർച്ചകളുമൊക്കെ സജീവമായ ഒരു സന്ദർഭമാണ്. അപ്പൊ ഇനിയുള്ള ദിനരാത്രങ്ങൾ കേരളം മുഴുവനും ഈ തെരഞ്ഞെടുപ്പിന്റെ ലഹരിയിലായിരിക്കും. ജനാധിപത്യത്തിന്റെ ഒരു വസന്തോത്സവമാണ് സത്യത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകന്മാർ മത്സരിക്കുന്ന ഒരു പോരാട്ടം. അതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത. എല്ലായിടത്തും സ്ഥാനാർത്ഥികൾ, വാർഡുകളിലും ബ്ലോക്കുകളിലും ജില്ലകളിലും, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ജനകീയമായി ഏറ്റവും തൊട്ട് അടുത്ത് അറിയാവുന്ന സ്ഥാനാർത്ഥികൾ തമ്മിലാണ് മത്സരിക്കുന്നത്. കുമരംപുത്തൂർ AS ഹാളിൽ നടന്ന പരിപാടിയിലാണ് സ്ഥാനാർത്ഥികളുടെ പേരുകൾ പുറത്തുവിട്ടത്. 21 അംഗ ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് 11 കോൺഗ്രസിന് 9 ഒരു സീറ്റ് CMPക്കുമാണ് ലഭിച്ചിട്ടുള്ളത്. ലീഗിന്റെ 11 സീറ്റിൽ നിന്നും ഒരു സീറ്റ് സേവ് CPIക്കും ഒരു സീറ്റ് സ്വതന്ത്രനും നൽകിക്കൊണ്ടാണ് MLA പ്രഖ്യാപനം നടത്തിയത്. വാർഡ് 1 നെച്ചുള്ളി ഷിഹാബ് നെച്ചുള്ളി, വാർഡ് 2 മൈലാമ്പാടം വിജയലക്ഷ്മി, വാർഡ് 3 വെള്ളപ്പാടം നൌഷാദ് വെള്ളപ്പാടം, വാർഡ് 4 പയ്യരടം ഗോപാലകൃഷ്ണൻ, വാർഡ് 5 സ്ഥാനാർത്ഥിയെ നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല, വാർഡ് 6 അക്കിപ്പാടം ഷീബ ആഴുവഞ്ചേരി, വാർഡ് 7 മൈലംകോട് വാളിയാടി അസ്കർ അലി, വാർഡ് 8 ചുങ്കം ജേക്കബ് മാസ്റ്റർ, വാർഡ് 9 വടക്കേക്കര വിനീത ബാബു, 10 ചക്കരക്കുളമ്പ് ഷഹർബാൻ, 11 പറമ്പുള്ളി ശ്രീലത C, 12 ഷാഫി പടിഞ്ഞാറ്റി, 13 മോദിക്കൽ ഷമീറ അഷ്റഫ്, 14 ഞെട്രക്കടവ് KP ഹംസ, 15 വെണ്ടാംകുറിശി റഹ്മത്ത് മല്ലിയിൽ, 16 കുളപ്പാടം ജിജു NV, 17 അരിയൂർ ഷെറീന C, 18 പുന്നപ്പാടം TK ആലീസ് ടീച്ചർ, 19 പള്ളിക്കുന്ന് സൗത്ത് മണികണ്ഠൻ മണ്ണറോട്ടിൽ, 20 കുന്നത്തുള്ളി ഫാത്തിമ ബീവി പാറക്കല്ലി, 21 പുത്തില്ല സഹന അസീസ് എന്നിങ്ങനെയാണ് UDFന്റെ സ്ഥാനാർത്ഥികൾ. UDF ചെയർമാൻ അസീസ് പച്ചീരി, കൺവീനർ ഫിലിപ്പ്, DCC സെക്രട്ടറി അഹമ്മദ് അഷ്റഫ്, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ, പൊൻപാറ കോയക്കുട്ടി, മുഹമ്മദ് അലി അൻസാരി, നൌഫൽ തങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപന പരിപാടിയിൽ പങ്കെടുത്തു.